ഇനിയിപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യമില്ല, നേരം വെളുത്തിട്ട് വെട്ടാൻ പോകുന്ന കാരണം അതവിടെ വെച്ചേക്കുകയാണ്. അന്നേരം ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കവുങ്ങ് നിൽക്കുന്നില്ലേ, ഈ കവുങ്ങ് അതിൻ്റെ ഇപ്പോഴത്തെ ആ കെട്ട് കണ്ടോ, ആ പൊങ്ങിയ അതെ അവിടെയായിരുന്നു ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനൊരു കല്ലെടുത്ത് ഒന്ന് എറിഞ്ഞ് നോക്കി. അപ്പോൾ ഇതെന്നാ സാധനം ആദ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് അത് പോയില്ല. പിന്നെ രണ്ടാമത് ഒരു കല്ലോട്ട് എടുത്ത് എറിഞ്ഞപ്പോൾ താഴെ ആ കവുങ്ങിൻ്റെ ചുവടോട്ട് ചാടി. അപ്പോൾ ആ കല്ലിൻ്റെ പൊക്കം കാരണം എനിക്ക് കാണത്തില്ല. അപ്പോൾ ഞാൻ ശകലം അങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഇതിനെ കാണുന്നത്. അതിൻ്റെ നല്ല കറുത്ത വരിയും ഈ ചെമ്പൻ കളറൊക്കെ ആയിട്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നാന്ന്. ഇവിടെ താമസിക്കാമെന്ന് തുടങ്ങിയിട്ട് 40-45 കൊല്ലമായി. ഇല്ല, കടുവയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇപ്പം. മറ്റേ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഇതിന് പാലില്ല, അതാ വെട്ടി നിർത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് കടുവയെ കാണുന്നത്. പകൽ ഇപ്പം ഇതിലേക്ക് നടക്കാൻ തന്നെ പേടിയാണ്. കാരണം എവിടെയായിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. കടുവയെ പേടിച്ചിട്ടേ പകൽ വെട്ടുന്നത്, രാത്രി വെട്ടലില്ല. അത് കാരണം ഈ പകൽ വെട്ടിയാൽ പാലും കുറവാണ്. കാട്ടാനയും കാട്ടുപോത്തുമൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിര സാന്നിധ്യമാണ്. എന്നാൽ കണ്ണൂർ കൊട്ടിയൂരിലെ മലയോര മേഖലയിലേക്ക് എത്തിയാൽ കടുവയാണ് വിഷയം. കടുവ ഭീതി മൂലം ഒന്ന് ധൈര്യമായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ നാട്. വനം വകുപ്പുകാർ ഫോറസ്റ്റുകാർ വന്നായിരുന്നു. ഫോറസ്റ്റുകാർ വന്നിട്ട് അവർ ഇവിടുന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കണ്ടു കേട്ട് അങ്ങ് പോയെന്നല്ലാതെ അവരെ ചെയ്യാൻ പറ്റും. അവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് പടക്കമൊക്കെ കൊടുക്കുന്നത്, അതല്ലാതെ വേറെ ഓടിക്കാനോ ഒരു മാർഗ്ഗമില്ല. പടക്കം കൊടുത്തിട്ട് പടക്കം കൊണ്ട് നമുക്ക് തന്നെ കാര്യം. ചിലർ പടക്കം കത്തിച്ചെറിഞ്ഞ് കയ്യും പൊളിച്ച് ജീവിതം വളരെയും കഷ്ടമെന്ന് പറഞ്ഞാൽ ഇത് ഈ കാട്ടുമൃഗത്തിനെ പേടിച്ചിട്ട് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഈ കാട്ടുമൃഗത്തിൻ്റെ ഈ പ്രത്യേകിച്ച് കടുവയുടെ ശല്യം കാരണം ആടിനെ ഒന്നും വളർത്താൻ പറ്റുന്നില്ല, ഒരു പട്ടിയെ വളർത്താൻ പറ്റുന്നില്ല. മനുഷ്യനെ പേടിച്ചിട്ട് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. വനം വകുപ്പിനെ കൊണ്ട് അപ്പം നമുക്കൊരു ഗുണവുമില്ല. ഗുണമില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല. അവർ മറ്റേ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-6 പടക്കം തന്നിച്ച് പൊട്ടിച്ചോളാൻ പറയും. പൊട്ടിച്ചിട്ട് എവിടെ മൃഗങ്ങളുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിരിക്കുക. അതുപോലെ തന്നെ ഈ വനം വകുപ്പ് ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ പറമ്പിൽ നിന്നൊരു കടുവയെ കണ്ടു അവർ കൂട് വെച്ച് പിടിച്ചെങ്കിൽ അടുത്ത അപ്പുറം നമ്മൾ കാണാത്ത അപ്പുറം വേറൊരു പറമ്പിൽ കൊണ്ട് വിട്ടേക്കും. അത് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോരും. അങ്ങനെ ഈ കാട്ടാനയും കടുവയും ഒക്കെ ഇങ്ങനെ വിഹരിക്കുമ്പോൾ എന്താണ് ഇവയെ നേരിടാൻ വനം വകുപ്പിൻ്റെ കയ്യിലുള്ളത്? ആകെ ഒരേ ഒരു മാർഗമാണ്, ഓലപ്പടക്കം. ഇവിടെ ആന ഇറങ്ങാൻ മിക്കവാറും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയിരുന്നേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് സ്ഥിരം ഇറങ്ങുന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ ഈ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം വനം വകുപ്പിനെ വിളിച്ചാൽ അവർ വരുമ്പോഴത്തേനും ആന കാട്ടിക്കയറി പോകും. കാരണം അത്രയും സമയം കഴിഞ്ഞിട്ടേ അവർ വരവുള്ളൂ. പിന്നെ ഈ ആനവേലിയാണേലും എപ്പോഴും ഒന്നും നോട്ടമൊന്നുമില്ല. ആനവേലിയുടെ അങ്ങിങ്ങ് എത്തി ഈ വൈദ്യുതി എപ്പോഴും കാണണമെന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ വൈദ്യുതി ഉണ്ടെന്ന് പറയും, അപ്പുറമുള്ളവർ വിളിച്ച് പറയുമ്പം അവിടെ വൈദ്യുതി ഇല്ല. ഇന്നാളിവിടെ ആന കയറിയപ്പം ഇങ്ങനെ ആന വിളിച്ചു കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ അവരുടെ ആകെ 2 പേരെ ഇവിടെ ഉള്ളൂ. ഈ 2 പേര് വന്നു. അവരുടെ ഒരു ലൈറ്റും ഉണ്ട്, പിന്നെ പടക്കം ഉണ്ടായിരുന്നു. അവർ ലൈറ്റ് ഞങ്ങളുടെ ലൈറ്റൂടെ എല്ലാം കൂടി അടിച്ച് ആനയെ കണ്ടു. അവരൊരു പടക്കം പൊട്ടിച്ചു, ആന കയറിപ്പോയി. ഇതാണ് അന്നുണ്ടായത്. ഒന്നുമില്ല, വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ഉള്ളത് ഈ ഒരു ലൈറ്റും പടക്കവും. അവരും 2-3 പേരാണ് ഇവിടെ വിളിച്ചാൽ വരവ്. അത് ജീപ്പാണെങ്കിൽ ജീപ്പില്ല അതില്ല എന്നൊക്കെ പറയും. പക്ഷേ ജീപ്പിൽ മിക്കവാറും ഇങ്ങനെ വരവ് താമസിച്ചാണ്. ഞങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. ഇപ്പം രാവിലെ റബ്ബർ വെട്ടമൊക്കെ നേരം വെളുത്തിട്ടാക്കി. ഇത്രയും നാൾ 4 മണിക്കൊക്കെ 5 മണിക്ക് വെട്ടിക്കൊണ്ടിരുന്ന വെട്ടുകാരെല്ലാം തന്നെ ഇപ്പം ഈ പകൽ സമയങ്ങളിലേക്ക് മാറ്റി. അത് ഉൽപ്പാദനത്തെ ബാധിക്കും. അത് പിന്നെ എന്നാൽ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വനം വകുപ്പിൻ്റെ സേവനം സാധാരണ കർഷകർക്ക് ഗുണകരമായി കിട്ടാത്തതിൻ്റെ കാരണം
ഇതെല്ലാം കടലാസിൽ മാത്രമേ എഴുതി വെച്ചിരിക്കുന്നു. വനം വകുപ്പിന് അവരുടേതായ ഒരു പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ആന ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ചെല്ലാനുള്ള സൗകര്യം അവർക്ക് ഇല്ല എന്നവർ പറയുന്നു. മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് ഇതിങ്ങനെ കാട് കയറി പോകുന്നു. കാട് കയറി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നതല്ല ഇങ്ങനെ. ഇവിടുന്ന് 300 മീറ്റർ അപ്പുറമാണ് കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു അംഗനവാടിയുടെ മതിൽ ആന പൊളിച്ചു. ഫെൻസിങ് ക്ലിയർ ആയിരുന്നെങ്കിൽ അവർ പോവുകയല്ലായിരുന്നു. ആന ഇറങ്ങി വനം വകുപ്പിനെ വിളിച്ചാൽ അവർ പറയും വരാമെന്ന് പറയും. അവർ വരുമ്പോൾ അവരുടെ അടുത്തൊന്നുമില്ല, ആകപ്പാടെ 2 ഓലപ്പടക്കം മാത്രമേ കാണുള്ളൂ. ഈ ഓലപ്പടക്കം പൊടിച്ച കാട്ടു ആന ഓടുമോ? ഓടിയാലല്ലോ. അത് ഒരു 100 മീറ്റർ അപ്പുറത്തോട്ട് മാറി വന്ന് അടുത്ത പറമ്പിൽ കയറും. ശാശ്വത പരിഹാരം ഇല്ല. പടക്കം പൊട്ടിച്ചൊച്ച വെച്ച് വേണം നാട്ടിലിറങ്ങിയ കാട്ടുമൃഗങ്ങളെ ഓടിക്കാൻ. പക്ഷേ പടക്കം വാങ്ങാനുള്ള പണം പോലും പാവം വനം വകുപ്പിനില്ല. ഒടുവിൽ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കീശയിൽ നിന്നും 2000 രൂപ എടുത്തു നൽകി. എന്തൊരു ഗതികേടല്ലേ. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനുള്ള ഭയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അക്കരെ ഫോറസ്റ്റ് ഉണ്ട്, റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. അവിടുന്ന് ആനയുടെ മുരളിച്ച് കേൾക്കാം, കാറിച്ച് കേൾക്കാം. തൊട്ട് മുകളിലുള്ള പാലുകാച്ചി ഭാഗത്തു നിന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ കടുവയുടെ മൂളിച്ച മുരങ്ങൽ കേൾക്കാം. ജനങ്ങൾക്ക് നടന്നു പോകാൻ അത്യാവശ്യം പോകാനുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോലും ഈ പ്രദേശത്തില്ല. അങ്ങനെ ജനങ്ങൾ ഭയന്ന് യാതൊരു രീതിയിലും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ പ്രദേശമുള്ളത്. രാത്രികാലങ്ങളിൽ പന്നിയാണോ കടുവയാണോ ആനയാണോ വരുന്നതെന്ന് യാതൊരു ഇതുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗം ഏത് സമയത്ത് എപ്പോഴാണ് മനുഷ്യനെ ഉപദ്രവിക്കാൻ വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പാടാത്ത അവസ്ഥയിലിട്ട് മാറിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരാണെന്നറിയാം എല്ലാവരും ഡൽഹിയിലും തിരുവനന്തപുരത്ത് സുഖവാസം അനുഭവിക്കുകയാണ്. നമ്മളെപ്പോലെ സാധാരണ കൃഷിക്കാരനെ സംരക്ഷിക്കുക അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള താല്പര്യമില്ല. അവർക്ക് തന്നെ ഒരു മന്ത്രിക്ക് പുറത്തിറങ്ങി ഇടത്തും വലത്തും ഗൺമാനുണ്ട്. ഇവിടെ സാധാരണ കൃഷിക്കാരന് ഗൺമാനുമില്ല ഹെഡ്മാനുമില്ല ഒന്നുമില്ല. അവനെ കാട്ടാനയും കാട്ടുമൃഗം ആക്രമിക്കുന്ന അതിന് പ്രതിഷേധിക്കുമ്പോൾ അവരെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കുക. ഈ രാജ്യത്ത് എങ്ങനെ കൃഷിക്കാരനെ സംരക്ഷിക്കലാണ്? ഇതാണ് കൃഷിക്കാരനെ സംരക്ഷിക്കുന്ന അവസ്ഥ. വന്യമൃഗശല്യങ്ങളെ നേരിടാൻ വനം വകുപ്പ് കോടികളാണ് ചിലവഴിക്കുന്നത്. പക്ഷേ ഈ തുകയൊക്കെ എവിടെ പോകുന്നു എന്നറിയില്ല. ഇനിയെങ്കിലും മനുഷ്യജീവന് വിലയുണ്ടാവണം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.